എവിടെയാണ് നമ്മുടെ ആവശ്യങ്ങളെ കർത്താവ് നിറവേറ്റിത്തരുന്നത്? വ്യക്തിപരമായ, കുടുംബപരമായ, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ മക്കള്, തലമുറ എന്തുമാവട്ടെ, നമ്മുടെ ആവശ്യങ്ങൾ എവിടെയാണ് കർത്താവ് നിറവേറ്റിത്തരുന്നത്? ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. യഹോവ ജയറയായി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് പ്രവർത്തിക്കണമെങ്കിൽ, പ്രിയ സഹോദര സഹോദരി, എന്താണ് പരിശുദ്ധാത്മാവിനെ നമ്മോട് സംസാരിക്കാനുള്ളത്? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവിൻ്റെ മലയിലാണ് വേണ്ടതെല്ലാം അവിടുന്ന് പ്രദാനം ചെയ്യുന്നത്. കർത്താവിൻ്റെ മലയിൽ. എൻ്റെ സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിക്കണം. അബ്രഹാം റൈറ്റ് പ്ലേസിലായിരുന്നു. കർത്താവ് പറഞ്ഞ ആ കൃത്യ സ്ഥലത്തായിരുന്നു അബ്രഹാം. അവൻ കർത്താവിൻ്റെ മലയിലെത്തി. റൈറ്റ് പ്ലേസ്. കർത്താവിൻ്റെ പൂർണ്ണമായ പദ്ധതിയിലും ഹിതത്തിലുമായിരുന്നു അബ്രഹാം. അവിടെയാണ് കർത്താവിൻ്റെ പരിപാലനയും ആ കരുതലും നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും എല്ലായ്പ്പോഴും കർത്താവിൻ്റെ കരുതൽ അനുഭവിക്കാൻ, പരിപാലനം അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല സഹോദരങ്ങളെ. നമ്മൾ കൃത്യമായ സ്ഥലത്തായിരിക്കണം, കർത്താവിൻ്റെ പദ്ധതിയിലായിരിക്കണം, നമ്മൾ കർത്താവിൻ്റെ ഹിതത്തിലും അവിടുത്തെ വഴിയിലുമായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ കരുതൽ അനുഭവിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ. നമുക്കിഷ്ടപ്പെട്ട ഇടങ്ങളിൽ, നമുക്കിഷ്ടപ്പെട്ട തലങ്ങളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ജീവിച്ച കർത്താവിൻ്റെ ആ പ്രൊവിഷൻ അനുഭവിക്കാൻ നമുക്ക് സാധിക്കില്ല. റൈറ്റ് പ്ലേസ്, കർത്താവ് പറയുന്നിടത്ത്, കർത്താവിൻ്റെ പ്രസൻസ് ഉള്ള, കർത്താവിൻ്റെ സാന്നിധ്യമുള്ളിടത്ത് നമ്മളായിരിക്കുമ്പോഴാണ് കർത്താവിൻ്റെ പരിപാലന, അവിടെയാണ് യഹോവ ജയറയായി കർത്താവ് പ്രവർത്തിക്കുന്നത്. ഉൽപ്പത്തിയുടെ, നിങ്ങൾ അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് നോക്ക്. ഇന്ന് പലരും പറയുന്നൊരു കാര്യമുണ്ട്, സഹോദരൻ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞങ്ങൾ ആരാധിക്കുന്നു, പക്ഷെ കർത്താവിൻ്റെ പരിപാലനം ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. സഹോദരങ്ങൾ, നിങ്ങൾ വിഷമിക്കരുത്. ഈ വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധാപൂർവം സ്വീകരിക്കുക. നമ്മൾ കർത്താവിൻ്റെ പൂർണ്ണമായ പ്ലാനിലാണോ നിൽക്കുന്നത്? നമ്മുടെ കുടുംബം, നമ്മുടെ ജീവിതം, നമ്മുടെ ശുശ്രൂഷകൾ, ദൈവം നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന സംവിധാനങ്ങൾ കർത്താവിൻ്റെ പ്ലാനിലാണോ, കർത്താവിൻ്റെ ഹിതത്തിലാണോ, ആ റൈറ്റ് പൊസിഷനിലും റൈറ്റ് പ്ലേസിലുമാണോ എന്ന് നമ്മൾ കൃത്യമായി പരിശോധിക്കണം. നിർബന്ധമുണ്ട് ദൈവത്തിന് ആ കാര്യത്തിൽ. അതിൽ കണിശക്കാരനാണ് നമ്മുടെ കർത്താവ്. റൈറ്റ് പ്ലേസ്, റൈറ്റ് പൊസിഷൻ. കർത്താവ് അസൈൻ ചെയ്ത അവിടെയായിരിക്കണം നമ്മൾ നിൽക്കേണ്ടത്, അവിടെയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. കർത്താവ് നമുക്ക് അസൈൻ ചെയ്ത ഒരു ഇടമുണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കൃപയുടെ ഇടമുണ്ട്. നമ്മളിത് മനസ്സിലാക്കണം. നിങ്ങൾ ഈ വചനത്തിലോട്ട് വന്ന് ഉൽപ്പത്തി പുസ്തകം 22-ന്റെ 2-ാം അധ്യായം 2-ന്റെ രണ്ടാമത്തെ വചനം വായിക്കുക. നീ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെയും കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ ഒരു ദഹന ബലിയായി അർപ്പിക്കണം. ഞാൻ കാണിച്ചു തരുന്ന മലമുകൾ, കർത്താവാണ് ആ പ്ലേസ് കാണിച്ചു കൊടുക്കുന്നത്. ആ റൈറ്റ് പ്ലേസ് കർത്താവ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് ചില ജോലികളൊക്കെ അസൈൻ ചെയ്ത് തരുന്നത് പോലെ കർത്താവ് നിയോഗിച്ചു കൊടുക്കുകയാണ്. അബ്രഹാം, ഞാൻ കാണിക്കുന്ന ആ മലമുകളിൽ കർത്താവിൻ്റെ പ്രസൻസ് ഉണ്ട്, അവിടെ കർത്താവുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ദൈവം പറഞ്ഞു, അബ്രഹാമേ, നീ ആ മലമുകളിലേക്ക് പോകണം. എവിടെ, എന്ത്, ഒന്നും അബ്രഹാമിന് അറിയില്ല. 3-ാം വചനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കഴുതിക്ക് ജീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി ബലിക്ക് വേണ്ട വിറകും കീറിയെടുത്ത് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. എല്ലാവരും ഉറക്കെ പറഞ്ഞ്, ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പുറപ്പെട്ടു. കർത്താവ് അസൈൻ ചെയ്ത, കർത്താവ് പറഞ്ഞ ആ കൃത്യം സ്ഥലത്തേക്ക്, ആ റൈറ്റ് പ്ലേസ്. കണ്ടോ, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. കർത്താവിൻ്റെ പ്ലാനിലാണ് അബ്രഹാം നിൽക്കുന്നത്. അല്ലാതെ അവിടെ വേറെ ഒരുപാട് മലകൾ ഉണ്ടായിരുന്നു. കർമ്മൽ മലയുണ്ട്, അവിടെ സീനായ് മലയുണ്ട്, വേറെ പല മലകളുണ്ട്. ആ മലകളിലേക്കൊന്നും അബ്രഹാം പോയില്ല. ദൈവം പറഞ്ഞ മലയിലേക്ക്,
ദൈവം കാണിച്ച മലയിലേക്ക്, ആമേൻ. ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് ഹല്ലേലൂയ. അബ്രഹാം പുറപ്പെട്ടു. എൻ്റെ സഹോദര സഹോദരി, ദൈവം പറഞ്ഞെടുത്താണോ നമ്മൾ നിൽക്കുന്നത്? ദൈവമായ കർത്താവ് പറഞ്ഞതുപോലെയാണോ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മൾ കർത്താവിന്റെ വഴിയിലാണോ? കർത്താവിന്റെ പദ്ധതിയിലാണോ? നമ്മൾ കർത്താവിന്റെ വചനത്തിലാണോ ജീവിക്കുന്നത്? ദൈവത്തിന്റെ പൈതലേ, ഞാനും നീയും ആത്മശോധന ചെയ്യണം. ആത്മശോധന ചെയ്യണം. 4-ാം വചനത്തിൽ വീണ്ടും വചനം പഠിപ്പിക്കുന്നു. 3-ാം ദിവസം അവൻ തല ഉയർത്തി നോക്കിയപ്പോൾ അകലെ അകലെ ആ സ്ഥലം കണ്ടു. ഏത് സ്ഥലം? ദൈവം പറഞ്ഞ സ്ഥലം. കർത്താവ് പറഞ്ഞ മലമുകള്, ആ മല കാണുക. അകലെ നിന്ന് കണ്ടു ആ മല. ദൈവം പറഞ്ഞ മല കാണുക സഹോദരങ്ങളെ. മടുപ്പ് കൂടാതെ, തളർച്ച കൂടാതെ ദൈവം പറഞ്ഞിടത്തേക്ക് അബ്രഹാം തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി യാത്ര ചെയ്യാണ്. 9-ാം വചനത്തിൽ പരിശുദ്ധ വചനം പറയുന്നു. 9-ാം ഉച്ചത്തിൽ വായിക്കണം. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ, ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ പിന്നെ ഒരു അടി മുന്നോട്ട് പോകുന്നു. ആ റൈറ്റ് പ്ലേസിലാണ്. എല്ലാവരും ഉറക്കെ പറഞ്ഞ്, ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ. ഒന്നുകൂടിയും പറഞ്ഞ്, ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ. അല്ലാണ്ട് അബ്രഹാമിന് ഇഷ്ടപ്പെട്ട, നമുക്ക് ഇഷ്ടപ്പെട്ട പല സ്ഥലങ്ങളുണ്ട്. നമുക്ക് ആഗ്രഹമുള്ള പലയിടങ്ങളുണ്ട്. നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള അനേകം വിഷയങ്ങളുണ്ട്. പലപ്പോഴും നമ്മൾ വഴിമാറിപ്പോകുന്നു, സ്ഥലം മാറിപ്പോകുന്നു. മനസ്സിലാകുന്നുണ്ടോ? റൈറ്റ് പ്ലേസിലല്ല നമ്മൾ നിൽക്കുന്നത്. കർത്താവ് അസൈൻ ചെയ്ത സ്ഥലത്തല്ല നമ്മൾ നിൽക്കുന്നത്. അതല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്കിഷ്ടപ്പെട്ടത്, നമുക്ക് സന്തോഷം തരുന്നത്, നമുക്ക് സംതൃപ്തി തരുന്ന കാര്യങ്ങൾ നമ്മൾ പലരും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും അവിടെ കർത്താവിന്റെ പ്രൊവിഡൻസ് ഉണ്ടാവില്ല. അവിടെ ഒരിക്കലും ചേറയായി കരുതുന്നവനായി കർത്താവ് പ്രവർത്തിക്കില്ല സഹോദരങ്ങളെ. പ്രാർത്ഥന മാത്രം പോരാ, ആരാധന മാത്രം പോരാ, വിശുദ്ധി മാത്രം പോരാ. ഇത് വളരെ പ്രധാനപ്പെട്ട, എല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം കർത്താവിനോടുള്ള ഒബീഡിയൻസ്, കർത്താവിനോടുള്ള നിരന്തരമായ അനുസരണവും ആശ്രയബോധവും കർത്താവിങ്കിലേക്കുള്ള പ്രത്യാശയോടുള്ള കണ്ണുയർത്തലും നമ്മുടെ ജീവിതത്തിൽ മാറിപ്പോകരുത് സഹോദരൻ. പിശാച് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. നമ്മളെ ഈ റൈറ്റ് പ്ലേസിൽ നിന്നും മാറ്റും, കർത്താവിൻ്റെ പദ്ധതിയിൽ നിന്നും മാറ്റും, കർത്താവിൻ്റെ വഴിയിൽ നിന്നും മാറ്റും. കാരണം പിശാചിനറിയാം, അങ്ങനെ വഴിമാറിപ്പോയാൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവ നടത്തിപ്പില്ല, ദൈവപരിപാലനയില്ല, അവിടെ ദൈവിക കരുതലില്ല. ഇത് നമ്മളെക്കാൾ കൂടുതൽ പിശാചിനറിയാവുന്നത് കൊണ്ടാണ് കർത്താവിൻ്റെ പദ്ധതിയിൽ നിന്ന്, ഹിതത്തിൽ നിന്നും അനേകരെ പിശാച് വ്യതിചലിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ പിന്നെ ഒരടി മുന്നോട്ട് പോകുന്നില്ല, ഒരടി പിന്നോട്ട് പോകുന്നില്ല. ശ്രദ്ധിച്ച നിങ്ങൾ, കൃത്യം സ്ഥലത്ത്, ആ കൃത്യം പൊസിഷനിൽ അബ്രഹാം എത്തി. അത് കർത്താവിൻ്റെ മലയാണ്. ആ മലയിൽ കർത്താവുണ്ട്, ആ മലയിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. പ്രസൻസ് ഓഫ് ഗോഡ്, പ്രസൻസ് ഓഫ് ഗോഡ്. അവിടെ ദൈവം നിറഞ്ഞു നിൽക്കുകയാണ്. ആ പ്ലേസിൽ അബ്രഹാം എത്തി. എന്റെ സഹോദരങ്ങളെ, അപ്പോഴാണ് എന്തുകൊണ്ട് പിന്നീട് നമുക്ക് കാണാൻ പറ്റും. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? അതിനെ ബാക്കി വചനങ്ങൾ നിങ്ങൾ വായിച്ച്. അബ്രഹാം അവിടെ ഒരു ബലിപീഠം പണിതു, വിറക് അടുക്കി വെച്ചിട്ട് ഇസഹാക്കിനെ ബന്ധിച്ച് വിറകിന് മീതെ കിടത്തി. വിറകിന്റെ മീതെ കണ്ടോ, വിറകിന്റെ മീതെ കിടത്തുകയാണ്. പിന്നീടുള്ള വചനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കത്തി കയ്യിലെടുക്കുന്നു, ദൈവദൂതൻ വിളിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കുക, ദൈവം പറഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ ആ സ്ഥലത്ത് ദൈവ സാന്നിധ്യമുണ്ട്, അവിടെ കർത്താവിൻ്റെ മഹത്വമുണ്ട്. ആ മലയിൽ അബ്രഹാം എത്തിക്കഴിഞ്ഞപ്പോഴാണ് കർത്താവിൻ്റെ കരുതൽ അബ്രഹാമിനും കൊച്ചി ഇസഹാക്കിനും അനുഭവിക്കാൻ കഴിഞ്ഞത്, കർത്താവിൻ്റെ പരിപാലന സ്വന്തമാക്കാൻ കഴിഞ്ഞത്. അവിടെയാണ് യഹോവ ജയറയായി തന്നെ ആശ്രയിച്ചവർക്ക് വേണ്ടി കർത്താവ് വീരോടെ പ്രവർത്തിച്ചത്, ശക്തിയോടെ പ്രവർത്തിച്ചത്. പ്രിയ സഹോദര സഹോദരി,
നമ്മുടെ ജീവിതത്തിനോട് കർത്താവ് സംസാരിക്കുകയാണ്. നീ റൈറ്റ് പ്ലേസിലാണോ നിൽക്കുന്നത്? കർത്താവ് നിനക്ക് കാണിച്ച, നിന്നെ നിർത്തിയ, നിനക്ക് അസൈൻ ചെയ്ത് തന്നിരിക്കുന്ന ഇടത്തിലാണോ നിൽക്കുന്നത്? നീ അതാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിന്റെ വ്യാപാരങ്ങൾ, നിന്റെ ചെയ്തികൾ, നിന്റെ ജീവിതം, നിന്റെ ചിന്തകൾ, കാഴ്ചപ്പാടുകൾ, മനോഭാവങ്ങൾ കർത്താവിൻ്റെ വഴിയിലാണോ? കർത്താവിൻ്റെ വഴിയിലാണോ? അതോ നമുക്ക് ബോധിച്ച ചിന്തകളും വഴികളിലുമാണോ നമ്മൾ? നമുക്ക് ഇഷ്ടപ്പെട്ട്, നമുക്ക് സന്തോഷവും സംതൃപ്തിയും തരുന്ന കാര്യങ്ങളാണോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണോ? ഒരു നാളും അവിടെ കർത്താവിൻ്റെ പ്രൊവിഡൻസ് ഉണ്ടാവുകയില്ല. ഈ സത്യം മനസ്സിലാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് പറഞ്ഞ വഴിയിൽ നിൽക്കുവാൻ, അങ്ങ് കാണിച്ചിടത്ത് നിൽക്കുവാൻ, ആ റൈറ്റ് പ്ലേസിലായിരിക്കുവാൻ, കർത്താവേ അങ്ങയുടെ പദ്ധതിയിലായിരിക്കുവാൻ, ഇവിടുത്തെ വഴിയിലായിരിക്കുവാൻ, അങ്ങ് ഏൽപ്പിച്ചത് മാത്രം ചെയ്തുകൊണ്ടിരിക്കാൻ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ.